ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ കറൻസി മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസിക്ക് കറന്റ് ഫോം ഓഫ് കറൻസിയെക്കാളും 10 അഡ്വാൻറ്റേജസ് ഉണ്ട്. ദർ ആർ സം ഡ്രോബാക്സ് ഓൾസോ. പക്ഷെ ഈ 10 ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലാണ് അത് ആക്ച്വലി നമുക്ക് നല്ലതാണോ പൊട്ടയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു നോ ഡീറ്റെയിൽസ്, ലെറ്റ്സ് ഡൈവ് ഡീപ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ക്രിപ്റ്റോ കറൻസി. സോ ഈ ഒരു ഇതില് ബിറ്റ് കോയിൻ എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ബട്ട് ഇൻ ജനറൽ ഇത് എനി ക്രിപ്റ്റോ കറൻസിക്കും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് 2 സെക്ഷനായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ക്രിപ്റ്റോ കറൻസിയുടെ ബെനിഫിറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. സെക്കൻഡ് സെക്ഷനിൽ ക്രിപ്റ്റോ കറൻസിയെക്കാളും എന്തുകൊണ്ട് കറന്റ് ഫോം ഓഫ് കറൻസി ബെറ്റർ ആണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. So, the first advantage and disadvantage comparison. The current form of currency ഇപ്പോൾ സെൻട്രലൈസ്ഡ് ആണ്, അതായത് അത് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ആൻഡ് ബാങ്ക്സ് ആണ്. അതേസമയം ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. ദർ ഈസ് നോ പേഴ്സൺ ടു കൺട്രോൾ ഇറ്റ്. അത് മാത്രമല്ല, ബിറ്റ് കോയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സ്പ്രെഡ് അക്രോസ് ഓൾ കൺട്രീസ്. ഓൾമോസ്റ്റ് ഏത് കൺട്രിയിൽ വേണമെങ്കിലും ഉള്ളതാണ്. അത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും പുതിയതായിട്ട് റൺ ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ വേൾഡ് ഒരു കറൻസി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കറൻസി ആകുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോന്നാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് ബെനിഫിറ്റ്, കറന്റ് ഫോം ഓഫ് കറൻസി നമുക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതിന് നമുക്ക് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഓൾ അവർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഹാസ് ടു ബി ലിങ്ക്ഡ്. പിന്നെ ബാങ്കിൻ്റെ അപ്രൂവൽ വേണം. എല്ലാവർക്കും ബാങ്ക് വിൽ നോട്ട് ഗിവ് അപ്രൂവൽ ടു ഓപ്പൺ ദ അക്കൗണ്ട്, അല്ലേ? അതേസമയം ബിറ്റ് കോയിൻ ആണെങ്കിലോ ഇറ്റ് ഈസ് വെരി ഈസി. ലൈക്ക് ആരുടെയും അനുവാദം വേണ്ട. നമുക്ക് തുടങ്ങണം തോന്നി കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് വി ഹാവ് എ മൊബൈൽ ആൻഡ് എൻ ഇൻ്റർനെറ്റ് കണക്ഷൻ, നമ്മൾ ബിറ്റ് കോയിൻ നെറ്റ്വർക്കിലൂടെ കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മെയിനായിട്ട് മറ്റ് കൺട്രികളിലൊക്കെ ഇഫ് യു ആർ നോട്ട് സെർട്ടൻ ഇൻകം അവർ അക്കൗണ്ട് തുടങ്ങാൻ സമ്മതിക്കില്ല. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പേയ്മെൻറ്റ്, ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബാങ്കിങ് സിസ്റ്റം ഈസ് നോട്ട് ട്രാൻസ്പെറൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ലെഡ്ജർ. ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ എത്രത്തോളം ക്യാഷ് വന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ആവശ്യത്തിന് പോകുന്നു എന്നുള്ളതൊന്നും ട്രാൻസ്പെറൻ്റ് അല്ല. പക്ഷേ ബിറ്റ് കോയിൻ്റെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ്. ഇഫ് യു നോ വാലറ്റ് അഡ്രസ് ഓഫ് എനിബഡി, ദ എൻറ്റയർ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്യാൻ ബി ട്രാക്ഡ്. എത്ര വർഷത്തെ വേണമെങ്കിലും ട്രാക്ക് ചെയ്തെടുക്കാം. സോ ഇറ്റ് ഈസ് പബ്ലിക്. സോ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പബ്ലിക് എൻറ്റിറ്റി, ഗവൺമെൻറ് പോലത്തെ ഒരു പബ്ലിക് എൻറ്റിറ്റി ഒരു പബ്ലിക് ലെഡ്ജറിലാണ് അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. സോ ഹൗ ട്രാൻസ്പെറൻറ്റ് ഇറ്റ് വിൽ ബി. ഇപ്പോൾ നമുക്കുള്ളത് പോലെ ആ കാശ് എവിടെ പോയി, ആരെങ്കിലും എടുത്തോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ക്ലിയർലി ഇറ്റ് ക്യാൻ ബി ട്രാക്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഫണ്ട്. ലെറ്റ്സ് സേ ഒരു പബ്ലിക് ഫണ്ട് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളത് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം, അല്ലേ? നമ്മുടെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെ വരാവുന്ന ഒരു സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണത് ക്രിപ്റ്റോ കറൻസി. സോ സെൻട്രലൈസ്ഡ് ബാങ്ക്, പ്രൈവറ്റ് ലെഡ്ജർ നോബഡി ക്യാൻ സീ, പബ്ലിക് ലെഡ്ജർ ഇറ്റ് ഈസ് എവറിബഡി ക്യാൻ സീ. സോ നോ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്. ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സിന് സെൻട്രലൈസ്ഡ് ഏജൻസി അല്ലെങ്കിൽ ബാങ്കുകൾ ഈസ് ടേക്കിംഗ് ടു മച്ച് ടൈം. ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് വരുന്നെങ്കിൽ അത് ഇവിടെ നിന്ന് നമ്മൾ വോസ്ട്രോ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് അത് മറ്റേ കറൻസിയുടെ ബാങ്കിലേക്ക് ചെന്ന് അവിടെ നിന്ന് നമ്മളത് വിഡ്രോ ചെയ്യണം. സോ ഇറ്റ് ടേക്സ് മോർ ദാൻ 24 to 48 hours മിനിമം. സം ഡേയ്സ് ഇറ്റ് വിൽ ഗോ ടു 48 and 72 hours. എന്തോരം സമയമാണ് ക്രോസ് ബോർഡർ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ദുബായിലുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ കാശ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇമ്മീഡിയറ്റ് ആയിട്ട് അന്നേ ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു എമർജൻസിക്ക് ഒരു ഫണ്ട് വേണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതേസമയം ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ട്രാൻസാക്ഷൻസോ ആപ്പോ ആണെങ്കിൽ ഇറ്റ് ഈസ് നിയർ ഇൻസ്റ്റൻറ്റ്. യു സെൻഡ് ഇറ്റ് ഇൻ അനദർ 5-10 minutes അത് ഇന്ത്യയിലെത്തുന്നു. അപ്പോൾ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സിന് ക്രിപ്റ്റോ കറൻസി ഈസ് മച്ച് ഫാസ്റ്റർ ആൻഡ് മച്ച് ചീപ്പർ ഓൾസോ.
ബാങ്ക്സ് കമ്മീഷൻസ് എടുക്കുന്നുണ്ട്. ബാങ്ക്സ് ഓർ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസ് ഓർ മെർച്ചൻറ്റ് പോർട്ടൽസ്, അങ്ങനെ പറയാം നമുക്ക്. ഈ ഇപ്പോഴുള്ള കറൻസിയുടെ ഡിജിറ്റൽ ഫോംസ് എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് കാർഡ്സ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓരോ സ്വൈപ്പിനും 3% വരെയൊക്കെ അവർ കമ്മീഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻസ് മെർച്ചൻസ് അല്ലെങ്കിൽ ബിസിനസ്സുകാർ എടുക്കുമോ? നോ. അവർ ഒബ്വിയസ്ലി സാധനത്തിൻ്റെ വില കുറച്ച് കൂട്ടി വെക്കും. അപ്പോൾ അത് സാധാരണക്കാരിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മൾ അറിയാതെ തന്നെ ഒരു ചെറിയൊരു സ്പൈക്സ് സാധനത്തിൻ്റെ വില കുറച്ച് 3% ഒക്കെ തന്നെ ഇൻക്രീസ് ആകുന്നുണ്ട് ഇപ്പോഴുള്ളൊരു ഡിജിറ്റൽ കറൻസി കാരണം, ഇപ്പോഴുള്ളൊരു കറൻസി കാരണം. അതേസമയം ക്രിപ്റ്റോ ബേസ്ഡ് പേയ്മെൻറ്റ്സിലൊക്കെ ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ 0.003%-നൊക്കെയാണ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഒരു 100-1 ചെലവിലാണ് ആ പേയ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സി ഹൗ ഡിസ്റപ്റ്റീവ് ഇറ്റ് ഈസ്. ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള വേറൊരു കറൻസി ഫോം ഉണ്ടോ? അല്ലെങ്കിൽ ഈസിൻ്റെ ഡിസ്റപ്റ്റീവ്? അത് ഡിസ്റപ്റ്റീവ് ആണ് ഡെഫിനറ്റ്ലി. പിന്നെ ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എൻറ്റിറ്റിയാണ്. കറൻറ്റ് ഫോം ഓഫ് കറൻസി മാനേജ്ഡ് ബൈ ബാങ്ക്സ്, ദാറ്റ് ഈസ് സെൻട്രലൈസ്ഡ് സെർവേഴ്സ് ആണ്. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഡൗൺ ടൈം ഉണ്ടാവുന്നുണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്. സോ നമുക്ക് 100% സർവീസസ് അവൈലബിൾ അല്ല. ബട്ട് ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് ലാസ്റ്റ് 10 years ഈസ് റണ്ണിങ് വിതൗട്ട് എനി ഡൗൺ ടൈം. അതിന് 100% അപ്പ് ടൈം ആണ്. ആൻഡ് there is no fraud has been happened also. So secured ആണ്, അപ്പ് ടൈം ആണ്. പിന്നെ ബിറ്റ്കോയിൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ 1-2 നോഡ് അല്ലെങ്കിൽ ചില ഭാഗത്തുള്ള ഒരു എൻ്റയർ നോഡ് അടിച്ചു പോയാലും ഇറ്റ് ക്യാൻ വർക്ക് ത്രൂ അനദർ റൂട്ട്. അതായത് ഇപ്പോൾ റോഡ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റോഡിൽ കൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നത് പോലെ 1-2 ഏരിയയിലുള്ള ഔട്ടേജസ് ഒന്നും ഇതിനെ ബാധിക്കില്ല. സോ ഇറ്റ് ഈസ് 100% അവൈലബിൾ. ഏകദേശം 44,000 നോഡ്സ് ആണ് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലുള്ളത്. സോ ഇറ്റ് ഈസ് മോസ്റ്റ് സെക്യൂർഡ് ആൻഡ് മോസ്റ്റ് റിലയബിൾ. ദെൻ backend DB of centralized entities can be altered by people who is having special power. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. സോ ഇറ്റ് ഈസ് നെവർ ചേഞ്ച്ഡ്. വൺസ് വൺ ട്രാൻസാക്ഷൻ ഈസ് ഡൺ ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഇൻ എ ബ്ലോക്ക്, ഇറ്റ് ക്യാൻ ബി നെവർ ഓൾട്ടേഡ്. അതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ വൺ ഓഫ് ദ കീ അഡ്വാൻറ്റേജ് പറയുന്നത്, ഇമ്മ്യൂട്ടബിലിറ്റി. വൺസ് ഇറ്റ് ഈസ് വെരിഫൈഡ്, ഇറ്റ് കനോട്ട് ബി ഓൾട്ടേഡ് അറ്റ് എനി കോസ്റ്റ്. കറൻറ്റ് കറൻസി ഫോംസ് മെജോറിറ്റി എല്ലാ രാജ്യങ്ങളിലും ഡിവിസിബിൾ ബൈ 100 ആണ്. ഓക്കെ, അതായത് ഒരു മെയിൻ കറൻസിയുടെ 100-1 ഏറ്റവും ചെറിയ ഡിവിഷൻ. അതേസമയം ബിറ്റ്കോയിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് 1/1,000,000 ആണ്, 10,00,000-1 അതായത് ഇന്ത്യയിൽ രൂപയ്ക്ക് പൈസ എന്ന് പറയുന്നത് പോലെ, ഡോളറിന് പെന്നി എന്ന് പറയുന്ന പോലെ, പൗണ്ടിന് പെൻസ് എന്ന് പറയുന്നത് പോലെ, ബിറ്റ്കോയിൻ്റെ ലോവസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 10,00,000-1 ആണ്. അതായത് അതിന് 10,00,000-1 അതിൻ്റെ ഒരു ലോവസ്റ്റ് ഡിവിഷൻ. ബിറ്റ്കോയിൻ്റെ ലോവസ്റ്റ് ഡിവിഷൻ എന്ന് സതോഷി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സാധാരണ കറൻസികൾ ഈസ് പ്രിന്റഡ് ബൈ ഗവൺമെൻറ്. അത് ഇൻഫ്ലേഷൻ ഇൻ നേച്ചറാണ്. അതായത് എന്തെങ്കിലും ഒരു എമർജൻസി വരും. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ US ഗവൺമെൻറ് ഒക്കെ നമുക്കറിയാം, അവരൊരു $trillions ഒക്കെയാണ് പ്രിന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ഒരു എക്കണോമിക് ബൂസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു അവോയ്ഡ് റിസഷൻ. കോവിഡ് ഒക്കെ വന്നപ്പോൾ ദേ വിൽ സ്പെൻഡ് അറൌണ്ട് $2 to $3 trillion അച്ചടിച്ചിറക്കുന്നത്. ആൻഡ് ഈവൻ US ഡോളർ ഈസ് നോട്ട് ഈവൻ ബാക്ക്ഡ് ബൈ ഗോൾഡ്. സോ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് അത് അച്ചടിച്ചിറക്കാം. സോ ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേഷൻ ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബാക്ക്ഡ് ബൈ എനിത്തിങ്. അതേസമയം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്സ് സപ്ലൈ. 21 million എന്ന് പറയുന്ന ഒരു ഫിക്സ് സപ്ലൈ ആണ് ബിറ്റ്കോയിന്. ഇറ്റ് ക്യാൻ നെവർ ഗോ ബിയോണ്ട് ദാറ്റ്. അത് മാത്രമല്ല, ബിറ്റ്കോയിൻ ജനറേറ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന റേറ്റ് ഈസ് ഡിഫ്ലേഷണറി. ഓരോ 4 വർഷം കൂടുമ്പോഴും ദ റേറ്റ് ഓഫ് സപ്ലൈ അറ്റ് വിച്ച് മാർക്കറ്റിലേക്ക് വരുന്നത് ഹാഫ് ആയി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഡിഫ്ലേഷണറി ഇൻ നേച്ചർ ആക്ച്വലി. ആൻഡ് കറൻറ്റ് ഫോം ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് പെരിഷബിൾ ആണ്. നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും. ഇറ്റ് ക്യാൻ ബി വെള്ളം നനഞ്ഞാലോ തീ പിടിച്ചാലോ ചതിൽ തന്നോ പഴയതായിട്ടോ ഒക്കെ നോട്ടുകൾ നശിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പെരിഷബിൾ. പിന്നെ ഒരു ബണ്ടിൽ ഓഫ് ക്യാഷ് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ? അതേസമയം ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു, വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സിൽ
ഒരു 12 സീഡ് ഫ്രേസ് ആണ്. ആ സീഡ് ഫ്രേസ് അറിയാമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മുടെ വാലറ്റ് തുറന്ന് ആവശ്യമുള്ളവർക്ക് ക്യാഷ് അയക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ക്യാരി വിത്ത് us ട്രാൻസ്പോർട്ട്. നമുക്ക് ഒന്നും വേണ്ട. വി ജസ്റ്റ് നീഡ് ടു റിമെമ്പർ 12 വേർഡ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ. അത്രയും മതി. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പെരിഷബിൾ. ഡിജിറ്റൽ കറൻസി അല്ലേ, ആസ് ലോങ് ആസ് ബിറ്റ്കോയിൻ്റെ നെറ്റ്വർക്ക് റൺ ചെയ്യുന്നിടത്തോളം കാലം അത് നിലനിൽക്കും. സോ ഇതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ 10 അഡ്വാൻറ്റേജ്. സോ ഇത്രയും ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയലിൽ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സീറോയിലാണ്. അതായത് ബിറ്റ്കോയിൻ്റെ ബേസിക്സ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ഒരുപാട് ഇത് വളർന്നിട്ടുണ്ട്. ദാറ്റ് വി വിൽ സീ ഇൻ സബ്സിക്വൻറ്റ് വീഡിയോസ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നോളജി നമ്മൾ ശ്രദ്ധിക്കണോ വേണ്ടയോ? ആൻഡ് ഇറ്റ് ഹാപ്പൻ വൺസ് ഇൻ എ ലൈഫ് ടൈം. സോ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ ദർ ക്യാൻ ബി ലൈഫ് ചേഞ്ചിങ് ഗെയിൻസ് ക്യാൻ ബി മെയ്ഡ്. ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ തക്ക പൊട്ടൻഷ്യൽ ഉള്ളൊരു ടെക്നോളജിയാണ്. അതിൻ്റെ മെയിൻ പ്രത്യേകത സാധാരണക്കാർക്കും അതിൽ ഭാഗമാകാൻ പറ്റുമെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വി വിൽ സീ ലേറ്റർ. പക്ഷേ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. നൗ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ക്രിപ്റ്റോ കറൻസിക്ക് എപ്പോഴും ഇൻ്റർനെറ്റ് വേണം. ബിക്കോസ് ഇറ്റ് ഈസ് ഫുള്ളി ഡിജിറ്റൽ ആൻഡ് ദിസ് നെറ്റ്വർക്ക് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് ഇത് ബുദ്ധിമുട്ടാണ്. സോ ഇതിൻ്റെ ഒരു മെയിൻ പ്രൊപ്പോസലായിട്ട് ബാങ്ക് അൺബാങ്ക്ഡ് എന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്? അതില്ല. അതേസമയം ക്യാഷിൻ്റെ അഡ്വാൻറ്റേജ് അവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 1000-2000 രൂപ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞ് എവിടെ പോയാലും നമുക്ക് ക്യാഷ് കൊടുത്ത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്രോബാക്ക് ഓഫ് ക്രിപ്റ്റോ കറൻസി. രണ്ടാമത്തത്, ക്രിപ്റ്റോ ഈസ് ലാൻഡ് ഓഫ് സ്കാമേഴ്സ്. അത് നമ്മൾ 100% നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോൾ അത് ഒരു സ്ഥലത്തും റെഗുലേറ്റഡ് അല്ല. ഇത് ഓൾ ഓവർ സ്പ്രെഡ് ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് സ്കാമേഴ്സിനെ തിരഞ്ഞുപിടിച്ച് പണിഷ് ചെയ്യാനുള്ള റെഗുലേഷനൊന്നുമില്ല. സോ എവറി കൺട്രി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ട്രൈങ് ടു റെഗുലേറ്റ് ക്രിപ്റ്റോ. ഒരു റെഗുലേഷൻ കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊക്കെ വരുന്നേ ഉള്ളൂ. അതേസമയം സെൻട്രലൈസ്ഡ് മണി, ഗവൺമെൻറ് ഓൺഡ് മണിയിൽ കറക്റ്റായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. ഒരു പ്രശ്നമില്ല. അതിൽ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചാൽ നമുക്ക് പോലീസിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. ആൻഡ് ദേ വിൽ ഇൻവെസ്റ്റിഗേറ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ വാലിഡ് തിങ് വി വിൽ ബി കോമ്പൻസേറ്റഡ്. പ്രോപ്പറായിട്ട് കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ആ ഒരു ഇത് അതിലില്ല. പിന്നെ സപ്പോർട്ട് സിസ്റ്റം, ബാങ്കും ഗവൺമെൻറ്റും ദേ സപ്പോർട്ട് ദെയർ പീപ്പിൾ വെരി വെൽ. ക്രിപ്റ്റോയിൽ അങ്ങനെയൊന്നുമില്ല. ബിറ്റ്കോയിനിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ദ റൂൾസ് എ കോഡ് ഈസ് ലോ. അതായത് അവിടെ പ്രോഗ്രാമാണ് നിയമം. സോ ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ആൻഡ് യു ലൂസ് മണി, ദെൻ ഇറ്റ്സ് ഗോൺ. ഇഫ് സം സ്കാമേഴ്സ് കെയിം ആൻഡ് സ്റ്റീൽ യുവർ മണി, ഇറ്റ്സ് ഗോൺ. ലോട്ട് ഓഫ് പീപ്പിൾ ഹാസ് ലോസ്റ്റ് മണി. അതൊക്കെ ക്രിപ്റ്റോയിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മൾ ആ കോഡ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വർക്ക് ചെയ്യുകയാണ്. ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ കോഡിൽ ഒരു ബഗ് ഉണ്ടെങ്കിൽ ഈവൻ ദെൻ യുവർ മണി ഈസ് ഗോൺ. അപ്പോൾ അതൊക്കെ കറണ്ട് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഇവോൾവ് വരുന്നു എന്നുള്ളതിനെ നോക്കിയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂസ്, അപ്പോൾ ഈ ടെക്നോളജിനെ മൊത്തം തള്ളിക്കളയുന്നതിന് പകരം ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് അഡ്രസ്സ് ചെയ്യണം. മനസ്സിലായോ? അതായത് വി നീഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ വി നീഡ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ ഓൺ ടു യൂസ് ഇറ്റ് പ്രോപ്പർലി. അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ക്രിപ്റ്റോ കറൻസിയുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി നമുക്ക് വേണമോ? നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണോ? അതോ അതൊരു ജസ്റ്റ് സ്കാം ആണ് എന്നുള്ള പ്രൊപ്പഗാൻഡയുടെ പുറത്ത് തള്ളിക്കളയണോ എന്നുള്ളത് യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. If you like this video, please subscribe to this channel and share it with your friends. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പുതിയ ഡിജിറ്റൽ കറൻസിയുടെ ഫോമായ ഗവൺമെൻറ് സപ്പോർട്ടുള്ള ഫോമായ CBDCയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. If you want to know, stay tuned. Until we see you next time, bye bye.